السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹധനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, ഇന്ന് നമുക്ക് എടുക്കാനുള്ള ഒരായത്ത് അല്ലേ, വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് തുടങ്ങുന്ന സൂറത്ത് ഇസ്രായിലെ 3 ആയത്തുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 18 വസിയത്തുകൾ ആ സൂറത്തുകളിലൂടെ, 3 ആയത്തല്ല, 23-ാമത്തെ ആയത്ത് മുതൽ 39 വരെയുള്ള ആയത്തുകൾ, 18 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ മൊത്തത്തിൽ പറയുന്നുണ്ട്. അത് പരിഭാഷ മറിച്ച് നോക്കി കഴിയുന്നവർ എഴുതി വരാൻ പറഞ്ഞിരുന്നു. ആരെയും ചെയ്തണോ? മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീ. എന്തൊക്കെയാണ് 18 കാര്യങ്ങൾ? വായിച്ചൂടി. മാഷാ അല്ലാഹ്. ഒന്ന്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അല്ലെ. ഷേഖ് കിതാബിൽ കൊണ്ടുവന്ന ഭാഗത്ത് തന്നെ ഉണ്ട്, വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുക. പിന്നെ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യുക. പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എത്ര കാര്യമുണ്ട് മൊത്തം? 22 ഉണ്ട്. ചിലത് ഇപ്പോൾ മാതാപിതാക്കളോട് നന്മ ചെയ്യാന്നുള്ളതിൽ അതിന്റെ ഭാഗമായിക്കാരം അവർക്കുള്ള പ്രാർത്ഥനയും. പിന്നെ തൗബ ചെയ്യുക, പാപങ്ങളിൽ തൗബ ചെയ്ത് മടങ്ങുക. പിന്നെ കുടുംബ ബന്ധമുള്ളവർക്ക് അവരുടെ അവകാശങ്ങൾ നൽകുക. ദരിദ്രർക്ക് ദാനധർമ്മങ്ങൾ നിർവഹിക്കുക. അതായത് വഴിയാത്രക്കാർ എന്ന് പറഞ്ഞ സക്കാത്തിന്റെ അവകാശികളിൽപ്പെട്ട യാത്രയിൽ കുടുങ്ങിയ ആളുകൾ, തിരിച്ച് നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത, യാത്ര പൂർത്തിയാക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, അവര് സക്കാത്തിന് അർഹരാണ്, അവരെ സഹായിക്കുക. പിന്നെ സമ്പത്ത് ദൂർത്ത് ചെയ്യാതിരിക്കുക. പിന്നെ പിശാചിന്റെ മിത്രങ്ങളാണ്. ഒരാൾ ചോദിച്ചു വരുന്ന ആളുകൾക്ക് പൈസ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നല്ല വാക്ക് പറയാ അവരോട്. പിന്നെ പിഷ്കാനും പാടില്ല, അമിതവ്യയം ധൂർത്തും രണ്ടും പാടില്ല. പിന്നെ ദാരിദ്ര്യമായെന്ന് മക്കളെ വധിച്ചു കളയാൻ പാടില്ല. വ്യഭിചാരം പാടില്ല. പിന്നെ ഒരു മനുഷ്യനെയും വധിച്ചു കളയാൻ പാടില്ല. പകരം ഫിദിയ കൊടുക്കണം. അല്ലെങ്കിൽ അബദ്ധത്തിൽ കൊന്നാണെങ്കിൽ ഫിദിയ മാത്രം അല്ലേ. പിന്നെ വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. പിന്നെ വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലി വലിയ്യി സുൽത്താനൻ. ആരെങ്കിലും കൊന്നാൽ ഫിദിയ കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല അവിടെ, വലിയന് അവകാശമുണ്ട് എന്നാണ്. വലിയന് എന്ത് ചെയ്യാം? പ്രതിക്രിയ ചെയ്യാൻ അല്ലെങ്കിൽ ഫിദിയ വാങ്ങാം. അങ്ങനെ 2 അവകാശം. അതാണ് നാം അധികാരം നൽകി, വലിയന് അധികാരം നൽകി എന്നാണല്ലോ പറയുന്നത്. അത് വധിക്കാൻ പാടില്ല. അതാണ് അവിടെ ഉള്ള ഒരു അന്യായമായ ഒരാൾ വധിക്കാൻ പാടില്ല. പിന്നെ
യതീമിൻ്റെ സമ്പത്ത് അന്യായമായി അതിന് നിങ്ങൾ സമീപിച്ചു പോകരുത്. ഏറ്റവും നല്ല നിലക്ക് മാത്രം അതിനെ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല നിലക്ക് മാത്രം അതിനെ കൈകാര്യം ചെയ്യുക. കരാർ നിറവേറ്റുക. വഔഫു ബിൽ അഹ്ദ്, കരാറുകൾ നിങ്ങൾ നിറവേറ്റണം. കരാറുകൾ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. അളവും തൂക്കും കൃത്യമായിരിക്കണം. വഔഫുൽ കൈല ഇദാ കിൽതും, നിങ്ങൾ അളന്നു കൊടുക്കുകയാണെങ്കിൽ പൂർത്തിയാക്കി കൊടുക്കുക. വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം, നേരായ തുലാസ് കൊണ്ട് നിങ്ങൾ തൂക്കി കൊടുക്കുക. തൂക്കുമ്പോൾ നേരായ തുലാസ് ഉപയോഗിക്കുക, അളക്കുമ്പോൾ പൂർണ്ണമാക്കി കൊടുക്കുക. പിന്നെ അറിവില്ലാത്തതിൻ്റെ പിന്നാലെ പോകരുത്. അല്ലെ, കാഴ്ചയും കേൾവിയും ബുദ്ധിയും ഒക്കെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. അഹങ്കാരത്തോടെ ഭൂമിയിൽ നടക്കരുത്. വലാ തംശി ഫിൽ അർളി മറഹ, അല്ലേ, എന്താ, ഭൂമിയെ പിളർത്താനോ പർവ്വതങ്ങളിൽ എത്തിപ്പെടാനോ നിനക്ക് സാധിക്കുകയില്ല. അതെ. പിന്നെ അവസാനം അള്ളാഹു വീണ്ടും എന്തു പറഞ്ഞു? ഇതൊക്കെ പറഞ്ഞിട്ട് കുല്ലു ദാലിക കാന സയ്യിഉഹു ഇൻദ റബ്ബിക മക്രൂഹ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ, നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ വളരെ വെറുക്കപ്പെട്ട കാര്യങ്ങളാണ്. ദാലിക മിമ്മ ഔഹ ഇലൈക റബ്ബുക മിനൽ ഹിക്മ, അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് മുഴുവൻ എന്താണ്? നിന്റെ റബ്ബ് നിനക്ക് വഹി നൽകിയ, ബോധനം നൽകിയ ഹിക്മത്തിൽപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ നിയമനിർദ്ദേശങ്ങൾ, വസിയത്തുകളെല്ലാം. വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ, നീ അള്ളാഹുവിന് പുറമെ മറ്റൊരു ഇലാഹിനെ സ്വീകരിക്കരുത്. ഫതുൽഖാ ഫി ജഹന്നമ മലൂമൻ മദ്ഹൂറ, അങ്ങനെ നീ സ്വീകരിച്ചാൽ നരകത്തിൽ നിന്ദനായിക്കൊണ്ട് നീ പ്രവേശിക്കുന്ന, എല്ലാ നന്മകളിൽ നിന്നും അകറ്റപ്പെട്ടവനായി, നിന്ദനായി, ആക്ഷേപിക്കപ്പെട്ടവനായി നരകത്തിൽ പ്രവേശിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഈ 18 വസീയത്തുകൾ എന്ന് പറഞ്ഞത് തുടക്കത്തിലും അള്ളാഹു തൗഹീദാണ് പറയുന്നത്, അത് അവസാനിപ്പിക്കുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ ഇവിടെ പോയിന്റ്. ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ ദീനിൽ വളരെ പരമപ്രധാനമായ ഓരോ വിശ്വാസികളും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ വസീയത്തുകൾ അള്ളാഹു ആരംഭിച്ചതും അവസാനിപ്പിച്ചതും എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞ് തൗഹീദിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടാണ്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നിങ്ങൾ നല്ലൊരു സമ്മാനത്തിന് അർഹനാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അതുണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഖളാ എന്ന് പറഞ്ഞ പ്രയോഗം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദരിയായി, പ്രാപഞ്ചികമായ കൗനിയായ കാര്യങ്ങൾ വിധിച്ചതിന്, അള്ളാഹു തീരുമാനിച്ചതിന് അള്ളാഹു ഖളാ എന്ന് ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലെ, ഭൂമിയിൽ നടക്കുന്ന, പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളും ആരുടെ വിധിയാണ്? അള്ളാഹുവിന്റെ വിധിയാണ്. അതിനെ ഉദ്ദേശിച്ച് അള്ളാഹു ഖളാ, പ്രാപഞ്ചികമായി അള്ളാഹു എടുത്ത തീരുമാനങ്ങൾ ഉദ്ദേശിച്ച്, അള്ളാഹുവിന്റെ വിധികളെ ഉദ്ദേശിച്ച് ഖളാ എന്ന് പറഞ്ഞ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. മതപരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച വിധികൾ, അള്ളാഹു എടുത്ത തീരുമാനങ്ങൾ, അതിനെക്കുറിച്ചും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഖളാ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പൊ ഈ ആയത്തിൽ നോക്കി, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അവനെ മാത്രം ആരാധിക്കണം നിന്റെ വിധിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഖളാ ഖദറിന്റെ വിധിയാണോ? അത് ഖളാ ഖദറിന്റെ വിധിയാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും അള്ളാഹിനെ മാത്രം ആരാധിക്കും, അങ്ങനെ ഉണ്ടാവുന്നില്ലല്ലോ. അല്ലെ, മാതാപിതാക്കളുടെ നന്മ റബ്ബ് വിധിച്ചിരിക്കുന്നു പറഞ്ഞാൽ അള്ളാഹ് വിധിയാക്കിയിരിക്കുന്നു, അള്ളാഹ് ഖളാ ആക്കിയിരിക്കുന്നു എന്നല്ല അർത്ഥം. നമ്മൾ സാധാരണ ഖളാ എന്ന് പറയുന്നത് ഖളാ ഖദറിന്റെ അർത്ഥമല്ല. അവിടെ ശർഈയായ ഖളാ ആണ്. മതപരമായി റബ്ബ് തീരുമാനിച്ചിരിക്കുന്നു, അള്ളാഹു വിധിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്ന ഈ രണ്ടർത്ഥത്തിലും ഖളാ ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ആരാ കണ്ടെത്തിനാ? മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. പറഞ്ഞോളി. പ്രാപഞ്ചികമായ ഉദാഹരണം. ബഖറ 117. എന്താ ആയത്തെന്താ? അതെ, ഇദാ ഖളാ അംറൻ, എന്താണ് ഇദാ ഖളാ അംറൻ? അതെ, ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ, അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനോട് കുൻ എന്ന് പറയും, അപ്പം അതുണ്ടാവും. അത് പ്രാപഞ്ചികമാണ്, മതപരമല്ല. പിന്നെ ഈ ഒരു ശർഈയായതൊരു തൊളി
ഈ ആയത്തിലുള്ളത് ശറഈയാണ് അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞ ആയത്തിലുള്ള വഖദ റബ്ബുക ശറഈയാണ്. വേറെ ഇല്ലേ? എന്താണ് ആയത്ത്? ഉം 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 ലഖുദിയ ബൈനഹും ഫീമാ ഫീഹി യഖ്തലിഫൂൻ. അത് മതപരമാണെന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. അതെന്താ വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ തീരുമാനം നേരത്തെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെ തീരുമാനം വരുമായിരുന്നു എന്നാണ് അതിൻ്റെ ആയത്തിൻ്റെ അർത്ഥം. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ അള്ളാഹു ദുനിയാവും തന്നെ തീരുമാനാക്കണില്ലല്ലോ. അഭിപ്രായ വ്യത്യാസം അങ്ങനെ വിടുകയാണ്. ഇതൊക്കെ എവിടെ തീരുമാനാക്കുക? പരലോകത്താണ്. പരലോകത്താണ് തീരുമാനമാക്കപ്പെടുക എന്നുള്ള അള്ളാഹുവിൻ്റെ കെലിമത്ത് സാബിഖായി. അള്ളാഹു അത് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ദുനിയാവെന്ന് പഠിച്ചവൻ അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനമാക്കാത്തത് എന്നാണ് ആയത്തിൻ്റെ ആശയം. അപ്പോൾ അവിടെ തീരുമാനമാക്കുക എന്ന് പറഞ്ഞത് എന്ത് തീരുമാനമാണെന്നുള്ളത് നോക്കണം. എനിക്കറിയില്ല അതിലെന്താ. അത് പരലോകത്തെ ആണ്. ലഖുദിയ ബൈനഹും ബിൽ ഹഖ്, ന്യായപ്രകാരം അള്ളാഹു പരലോകത്ത് വെച്ച് എന്ത് ചെയ്യും? തീരുമാനമാക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പോൾ ഏതായാലും രണ്ടർത്ഥത്തിൽ പ്രയോഗങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തൊരായത്ത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്ത ആയത്ത് സൂറത്തുൻ നിസായിലെ 36-ാമത്തെ ആയത്താണ്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ അൽ ആയ. അങ്ങനെയാണ് ഷെയ്ഖ് പറഞ്ഞത്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ എന്ന് തുടങ്ങുന്ന ആയത്ത്, അതാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ ഈ ആയത്തിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന എന്താണ്? 10 കാര്യങ്ങളാണ് ഈ ആയത്തിലുള്ളത്. 10 ബാധ്യതകളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച 10 ബാധ്യതകളെയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. എന്തൊക്കെ 10 ബാധ്യതകൾ നമുക്ക് എണ്ണാം. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ. എന്താ അർത്ഥം? നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവരിൽ പങ്കു ചേർക്കാതിരിക്കുക. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യുക. വബിദിൽ ഖുർബ, അടുത്ത കുടുംബക്കാരോട് നന്മ ചെയ്യുക. വൽ യതാമ, യതീമുകളോട് അനാഥകളോട് നന്മ ചെയ്യുക. വൽ മസാകീൻ, പാവപ്പെട്ടവരോട് നന്മ ചെയ്യുക. വൽ ജാരിദിൽ ഖുർബ, തൊട്ടടുത്തുള്ള അയൽവാസികളോട് അല്ലെങ്കിൽ കുടുംബബന്ധമുള്ള അയൽവാസികളോട് നന്മ ചെയ്യുക. വൽ ജാരിൽ ജുനുബ്, കുടുംബബന്ധമില്ലാത്ത അയൽവാസിനോട്, തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസികളോട് നന്മ ചെയ്യുക. പിന്നെ വസ്സാഹിബി ബിൽ ജംബ്, തൊട്ടടുത്ത് നിൽക്കുന്ന കൂട്ടുകാരനോട് നന്മ ചെയ്യുക. വബിനിസ് സബീൽ, വഴിയാത്രക്കാരനോട് നന്മ ചെയ്യുക. വമാ മലക്കത്ത് ഐമാനുക്കും, അടിമകളോട് നന്മ ചെയ്യുക. 9. 10. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ, ദുരഭിമാനിയായ അഹങ്കാരിയായ ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ദുരഭിമാനവും അഹങ്കാരവും വെടിയുക. ഇതാണ് 10 ഹക്കുകൾ, നമ്മൾക്കുള്ള 10 ബാധ്യതകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ എണ്ണാണ്. അതിൽ ഒന്നാമത് എണ്ണിയ ബാധ്യത എന്താ? വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ. അതാണ് നമ്മളെ പോയിന്റ്. അള്ളാഹു 10 ബാധ്യതകൾ എണ്ണിയപ്പോൾ ഒന്നാമത് എണ്ണിയ ബാധ്യത അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക, അവരിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ പിന്നെ എന്താണ് തൗഹീദ് എന്നതിനെ വ്യക്തമാക്കുന്ന ആയത്തുകളാണ് ഷെയ്ഖ് കൊണ്ടുവരുന്നത് മുഴുവൻ. മനസ്സിലായോ? ഇത് രണ്ടും വേണം. അള്ളാഹുവിനെ ആരാധിക്കുകയും വേണം, മറ്റുള്ളവരെ ആരാധിക്കാൻ പാടും ഇല്ല. ഇത് രണ്ടും കൂടി ചേരുമ്പോഴേ തൗഹീദാവുള്ളൂ. അതാണ് ഈ ആയത്തൊക്കെ കൊണ്ടുവരുന്നത്. എന്തിനാ? ഇത് രണ്ടും ഒന്നിച്ച് ചേരുമ്പോഴേ, നഫിയും ഇസ്ബാത്തും ഉണ്ടാകുമ്പോഴേ തൗഹീദ് ആവുകയുള്ളൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഷൈഅൻ എന്ന് പറഞ്ഞു അല്ലേ? വലാ തുശ്രികൂ ബിഹി ഷൈഅൻ. അതെന്താ ഷൈഅൻ എന്ന് പറഞ്ഞാൽ? അന്നകിറ ഫി സിയാഖിൽ നഹി എന്ന് പറയും. അന്നകിറ ഫി സിയാഖിൻ നഹി, അതായത് അറബി ഭാഷയിൽ പല പ്രയോഗങ്ങൾക്കും ഉമൂമിന്റെ അർത്ഥമുണ്ട്. ഉമൂമിന്റെ അർത്ഥം എന്താ? ഉമൂമിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാം എന്നർത്ഥം കിട്ടും. എല്ലാം
എന്നർത്ഥം കിട്ടും. അതിന് പല രൂപത്തിലുള്ള പ്രയോഗങ്ങൾ അറബിയിലുണ്ട്. പല രൂപത്തിൽ പ്രയോഗിച്ചാൽ എല്ലാം എന്നർത്ഥം കിട്ടും. അപ്പൊ എല്ലാം എന്നർത്ഥം കിട്ടുന്ന പ്രയോഗങ്ങളിൽ ഒരു പ്രയോഗമാണ് നിഷേധിക്കുന്ന സന്ദർഭങ്ങളിൽ നക്കിറയായി പ്രയോഗിക്കുക. എന്താ നക്കിറ പറഞ്ഞാൽ? ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി പറയാം, അലിഫ്ലാം ഇല്ലാതെ പ്രയോഗിക്കാം. ഇപ്പം വലാ തുശ്രികു ബിഹി ഷൈഅ, ഇവിടെ ഷൈഅൻ എന്ന് പറയേണ്ടതിന് പകരം വലാ തുശ്രികു ബിഹി അശ്ശൈഅ. വലാ തുശ്രികു ബിഹി അശ്ശൈഅ എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങൾ ഒന്നിനെയും എന്നർത്ഥം കിട്ടൂല. നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്നർത്ഥം കിട്ടൂല. അശ്ശൈ എന്നർത്ഥം എന്നായിരുന്നു പ്രയോഗിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്തോ ഒരു പ്രത്യേക ഒന്നിനെ നിങ്ങൾ പങ്കു ചേർക്കരുത് എന്നർത്ഥമാണ് കിട്ടുക. അശ്ശൈ എന്ന് അലിഫ്ലാം ഇട്ടായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രത്യേക ഒന്നിനെ നിങ്ങൾ പങ്കു ചേർക്കരുത്. പക്ഷെ അങ്ങനെ പറയാതെ ഷൈഅൻ എന്ന് പറഞ്ഞു, അലിഫ്ലാം ഇടാതെ നക്കിറയായി പറഞ്ഞു. അലിഫ്ലാം ഇട്ടാൽ മാരിഫയായി പറഞ്ഞു എന്നാ. അലിഫ്ലാം ഇട്ടാൽ മാരിഫയാണ്, അലിഫ്ലാം ഇടാതിരുന്നാൽ അത് നക്കിറയാണ്. അപ്പൊ നക്കിറയായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നഹിയുടെ സന്ദർഭം എന്താ? നഹിയ് വിലക്ക്. വിലക്കുന്ന സന്ദർഭത്തിൽ നക്കിറയായി പറഞ്ഞാൽ അത് ഉമൂമിന്റെ സീഗയാണ്. അത് ഉമൂമിനെ അറിയിക്കുന്നു. എന്താ ഉമൂം? എല്ലാം എന്നർത്ഥം കിട്ടും. മനസ്സിലായോ? അതേപോലെ തന്നെ നഫീന്റെ സന്ദർഭത്തിലും അങ്ങനെ തന്നെയാണ്. നഫി എന്ന് പറഞ്ഞാൽ നിഷേധം, നഹി എന്ന് പറഞ്ഞാലോ നിരോധം. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ? എന്താണ് തമ്മിൽ വ്യത്യാസം? നിരോധം എന്ന് പറഞ്ഞാൽ വിലക്കാണ്, ചെയ്യരുത്, ചെയ്യരുത്, അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കരുത്, വിലക്കി. അത് അതിനാണ് നഹി എന്ന് പറയാം. നഫി എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കുന്നില്ല, വിലക്കിയിട്ടില്ല, നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ നിഷേധവും വിലക്കും നമ്മൾ വ്യത്യാസം മനസ്സിലായില്ലേ? നിഷേധവും നിരോധവും നമ്മൾ വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പൊ നിരോധത്തിന്റെ സന്ദർഭമാണെങ്കിലും നിഷേധത്തിന്റെ സന്ദർഭമാണെങ്കിലും അവിടെ നക്കിറയായി പ്രയോഗിച്ചാൽ അവിടെ എന്തർത്ഥമുണ്ട്? എല്ലാം എന്ന് വെച്ചാൽ ഒന്നും, അവിടെ ഒന്നും ബാക്കിയില്ല, അങ്ങനത്തെ അർത്ഥം കിട്ടും. ഇപ്പൊ അവിടെ വലാ തുശ്രിക്കൂന്നതിന് പകരം വലാ തുശ്രിക്കൂന ബിഹി ഷൈഅൻ എന്നാണെന്ന് വിചാരിച്ചോളി. വലാ തുശ്രിക്കൂന ബിഹി ഷൈഅൻ എന്നാണെന്ന് വിചാരിച്ചോളി. അല്ലെങ്കിൽ വേണ്ട, വലാ ഉശ്രിക്കു ബി റബ്ബി അഹദ, അങ്ങനെ ആയത്തുണ്ടല്ലോ ഖുർആനില്. വലാ ഉശ്രിക്കു ബി റബ്ബി എന്നോ വലാ ഉശ്രിക്കു ബിഹി എന്നോ അങ്ങനെ ഒരു ആയത്ത്, ഈ രണ്ടാലൊരു ആയത്തുണ്ട്. വലാ ഉശ്രിക്കു ബിഹി അഹദ. അപ്പൊ ഇവിടെ വിലക്കല്ല, വല എന്നുള്ളത് ഇവിടെ വിലക്കാനല്ല, ഇവിടെ നിഷേധിക്കാണ്. എന്താ അർത്ഥം? ഞാൻ അവനിൽ ഒരാളെയും പങ്കു ചേർക്കില്ല, ഞാൻ അവരിൽ ഒരാളെയും പങ്കു ചേർക്കരുത് എന്നല്ല പറയണത്, വിലക്കല്ല, നിഷേധിക്കാണ്. ഞാൻ അവരിൽ ഒരാളെയും പങ്കു ചേർക്കില്ല എന്ന് നിഷേധിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ അഹദ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരാളെ പങ്കു ചേർക്കൂല എന്നാണ് അർത്ഥം? ഏതോ ഒരാളെ പങ്കു ചേർക്കൂല എന്നാണ് അർത്ഥം? അല്ല, ഒരാളെയും പങ്കു ചേർക്കൂല എന്ന അർത്ഥം. ഒരാളെയും പങ്കു ചേർക്കൂല. അപ്പൊ ഇവിടെ നിഷേധമല്ല, അല്ല ഇവിടെ നിഷേധമാണ്, നിരോധമല്ല. അപ്പൊ നിഷേധത്തിന്റെ സന്ദർഭത്തിൽ നക്കിറയായി പറഞ്ഞാലും നിരോധത്തിന്റെ സന്ദർഭത്തിൽ നക്കിറയായി പറഞ്ഞാലും അവിടെ ഉമൂമിന്റെ അർത്ഥം കിട്ടും. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന അർത്ഥം കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ അഹദ് എന്നുള്ളത് അൽ അഹദ് എന്ന് പറഞ്ഞിരുന്നെങ്കിലോ ഞാൻ ഒരുത്തനെ പങ്കു ചേർക്കൂല എന്നർത്ഥം, ഞാൻ ഒരുത്തനെ പങ്കു ചേർക്കൂല. അപ്പൊ അങ്ങനല്ല, അവിടെ എന്താണ്? അഹദൻ, ഒരാളെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താ അങ്ങനെ പ്രയോഗിക്കാനുള്ള കാരണം എന്താണ്? അങ്ങനെ പ്രയോഗിക്കാനുള്ള കാരണം പിന്നെ ഒരു അടിമ എത്ര തന്നെ, ഒരു പടപ്പ് എത്ര തന്നെ ഉന്നതനാണെങ്കിലും, എത്ര വലിയ പ്രവാചകനാണെങ്കിലും, എത്ര അള്ളാഹുവിന്റെ അടുക്കൽ എത്ര സമീപസ്ഥനായ മലക്കാണെങ്കിലും, എത്ര വലിയ വലിയാണെങ്കിലും ഒരാൾക്കും എന്തിനില്ല, ഒരാൾക്കും ഒരു സൃഷ്ടിക്കും അള്ളാഹുവിന് പുറമെ ആരാധനക്ക് അർഹതയില്ല.
മനസ്സിലായില്ല? അതാണ് ഷൈഅൻ. നക്കിറ ഇനി അതിലൊന്നും ഒഴിവാക്കാനില്ല, എല്ലാം അതിൽ പെട്ടു. അത് എത്ര ഉന്നതനാണെങ്കിലും അതിൽ പെട്ടു. അതുകൊണ്ടാണ് അങ്ങനെ ഉമൂമിന്റെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രയോഗിച്ചത്. അവരുടെ സ്ഥാനം, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരുടെ സ്ഥാനം എത്ര വലിയ സ്ഥാനമാണെങ്കിലും അവർ ആരാധനകൾക്ക് അർഹരല്ല എന്നുള്ളത് മനസ്സിലാക്കി തരാനാണ്. എന്നിട്ട് പിന്നെ അടുത്തത് ശേഷം കൊടുത്ത ആയത്ത് സൂറത്തുൽ അൻആമിന്റെ 151 ആയത്താണ്. സൂറത്തുൽ അൻആമിന്റെ 151 എന്തായത്ത്? ഖുൽ തആലൗ, ഖുൽ പ്രവാചകരെ നിങ്ങൾ പറയണം, അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരാം. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞ എന്താ? അല്ലാ തുശ്രികൂ ബിഹി ഷൈആ. ഒന്നാമത്തെ നിഷിദ്ധമാക്കിയ കാര്യം, നിങ്ങൾ അവനിൽ ഷൈഅൻ, അല്ലെ, ഒന്നിനെയും പങ്കു ചേർക്കരുത്. അവിടെ മലക്കാണോ നബിയാണോ വലിയാണോ ഒന്നും വിഷയമല്ല. ആരെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. അപ്പൊ ആരെയും പങ്കു ചേർക്കരുത് പറഞ്ഞാൽ അള്ളാഹ്ക്കുള്ള ഇബാദത്ത് ചെയ്തുകൊണ്ട് ആരെയും പങ്കു ചേർക്കരുത്. അല്ലാതെ വെറും പങ്കു ചേർക്കാൻ മാത്രം രക്ഷപ്പെടുമോ? ഷിർക്ക് ചെയ്യണില്ല, തൗഹീദ് ഇല്ലെങ്കിലോ, അള്ളാഹിന് ഇബാദത്ത് ചെയ്യണില്ലെങ്കിലോ അതുകൊണ്ട് രക്ഷപ്പെടൂല. ഷിർക്ക് ഇല്ല എന്തിന്റെ കൂടെ? തൗഹീദോട് കൂടി, അതായത് ഇബാദത്ത് റബ്ബിനുള്ള ഇബാദത്ത് കൊടുത്തുകൊണ്ട് ആയിരിക്കണം നിങ്ങൾ പങ്കു ചേർക്കാതിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഒരാളെയും പങ്ക് ചേർക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ എണ്ണിയപ്പോൾ ഒന്നാമത് അള്ളാഹു എണ്ണിയത് അതാണ്. ഈ ആയത്തിലും 10 കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണുന്നുണ്ട്, അല്ലെ? ആ ആയത്ത് എടുത്തുകൊണ്ട് തോന്നുന്നുണ്ടല്ലോ. എന്താ ആയത്തൊന്ന് പറഞ്ഞു നോക്കി. അത്ലു മാ ഹറമ റബ്ബുക അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ. പിന്നെന്താ? വലാ തഖ്തുലു ഔലാദക്കും, അല്ലേ? വലാ തഖ്തുലു ഔലാദക്കും രണ്ടാമത്തെ കാര്യം, അല്ലെ? നിങ്ങൾ എന്ത്? വബിൽ വാലിദൈനി ഇഹ്സാൻ ഉണ്ടാ, അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ വബിൽ വാലിദൈനി ഇഹ്സാൻ. രണ്ടാമത്തെ കാര്യം എന്താണ്? മാതാപിതാക്കളോട് നന്മ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ മക്കളെ വധിച്ചു കളയരുത്. പിന്നെന്താ? നഹ്നു നർസു, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ വിശദീകരണം പറയാണ്, നിങ്ങൾക്കും അവർക്കും ഉപജീവനം നൽകുന്നത് നാമാണ്. നിങ്ങൾ ദാരിദ്ര്യം ഭയന്നിട്ട് മക്കൾ എന്ത് ചെയ്യരുത്? വധിച്ചു കളയരുത്. പിന്നെന്താ പറഞ്ഞേ? വലാ തഖറബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ, പ്രത്യക്ഷമോ പരോക്ഷമോ ആയ മ്ലേച്ഛ വൃത്തികൾ നിങ്ങൾ സമീപിച്ചു പോകരുത്. പിന്നെ വലാ തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹ്, അള്ളാഹു പവിത്രമാക്കിയ നഫ്സുകളെ നിങ്ങൾ വധിച്ചു കളയരുത്. അതൊക്കെ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്. മക്കളെ, ദാരിദ്ര്യം ഭയന്ന മക്കളെ കൊല്ലൽ, അള്ളാഹു പവിത്രമാക്കിയ നഫ്സിനെ കൊല്ലൽ, പിന്നെ അതൊക്കെ. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം. ദാലിക്കും വസാക്കും ബിഹി ലഅല്ലക്കും താഖിലൂൻ. അത് 3 ആയത്താണ്. സൂറത്തുൽ അൻആമിന്റെ 3 ആയത്തുകളാണ്. 151 തുടങ്ങി 3 ആയത്തുകൾ. ഈ 3 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? 10 കാര്യങ്ങൾ പറയാണ്. ഇതുപോലെ നേരത്തെ നമ്മൾ 10 കാര്യങ്ങൾ പറഞ്ഞ പോലെ ഈ 3 ആയത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല 10 നിഷിദ്ധമായ കാര്യങ്ങൾ അള്ളാഹു എണ്ണി പറയാണ്. അതിൽ ഒന്നാമത് അള്ളാഹു നിഷിദ്ധമായി പറഞ്ഞ കാര്യം ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇവിടുത്തെ പോയിന്റ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തുകൾ അവസാനിപ്പിക്കണം എങ്ങനെയാണ്? വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ, ഇതാണ് എൻ്റെ നേരായ മാർഗം എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ലഫത്തബിഉ, അതുകൊണ്ട് അതിനെ നിങ്ങൾ പിൻപറ്റുക. അപ്പൊ നേരായ മാർഗത്തിൽ പരമപ്രധാനം എന്താണ്? തൗഹീദാണ്. അതിനെ പിൻപറ്റിയാണ് വേണ്ടത്. അതിൽ ശിർക്ക് ചെയ്യാതിരിക്കലാണ് ഒന്നാമത്തെ കാര്യം. അത് കൊണ്ടുവരാൻ, ഈ ആശയം കൊണ്ടുവരാനാണ് ഈ ആയത്തും ഷെയ്ഖ് ഇവിടെ കൊണ്ടുവന്നത്. ഈ ആയത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. തൊട്ടടുത്ത അസർ ഷെയ്ഖ് മുഹമ്മദ് റഹിമഹുല്ലാഹ് കിതാബ് തുദയിൽ തൊട്ടടുത്ത് കൊണ്ടുവന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു വാചകമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, മൻ അറാദ അൻ യൻദുറ ഇലാ വസിയ്യത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിലേക്ക് നോക്കണമെന്ന് ഒരാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വേറെ ഇമാം തിരുമതി ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും, മൻ സർറഹു, ആർക്കെങ്കിലും അത് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ, റസൂലുള്ളാഹിന്റെ വസിയ്യത്ത് അറിയാൽ താല്പര്യമുള്ള കാര്യമാണെങ്കിൽ, അവർ സന്തോഷമുള്ള കാര്യമാണെങ്കിൽ, എങ്ങനെയുള്ള വസിയ്യത്താണ്?
വസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ അവസാനമായി നൽകുന്ന, തൊട്ടടുത്ത കുടുംബക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും നൽകുന്ന ഉപദേശങ്ങളാണ്, നിർദ്ദേശങ്ങളാണ് വസിയത്ത്. അപ്പൊ അങ്ങനെ റസൂലുള്ള വസിയത്ത് ചെയ്തുകണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ വസിയത്ത് ചെയ്തിട്ടില്ല. മനസ്സിലായി? വസിയത്ത് ചെയ്യാതെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അപ്പോൾ പക്ഷെ ഇബ്നു മസ്ഊദ് പറയാണ് അള്ളാഹിന്റെ റസൂൽ ശരിക്കും വസിയത്ത് ചെയ്തിട്ടില്ല. ഇനി ആർക്കെങ്കിലും അള്ളാഹിന്റെ റസൂലിന്റെ വസിയത്ത് എന്താന്ന് അറിയണോ? അല്ലത്തി അലൈഹ ഖാതമുഹു, അള്ളാഹുവിന്റെ റസൂല് ഇവിടുന്ന് മരണപ്പെട്ടു പോയ, വിട പറഞ്ഞു പോയ അവസാനം അള്ളാഹിന്റെ റസൂല് പറഞ്ഞ വസിയത്ത് എന്താന്ന് നിങ്ങൾക്ക് അറിയണോ? എന്നാ പിന്നെ വസിയത്തിന് തുല്യമാണെന്ത്? ഈ ആയത്ത് നിങ്ങൾ ഫല്യഖറ, ഈ ആയത്ത് നിങ്ങൾ ഓതിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 ആയത്ത് അദ്ദേഹം ഓതി. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണ്? ഈ ആയത്തുകൾ അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിയ ആയത്തുകളാണ്. ഇത് നെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ഇതിലുള്ള ഒരു വിധിയും ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടില്ല, മുഹക്കമാണ്. അത് ദീനിൽ ഉള്ളതാണ്, സ്ഥിരപ്പെട്ട എന്നെന്നും നിലനിൽക്കുന്ന മുഹക്കമായ, കൃത്യമായ, ഗണ്യതമായ ദീനിന്റെ നിയമങ്ങളാണ് ഈ ആയത്തുകളിൽ പറയുന്നത്. അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിയതാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ വസിയത്ത് പോലെ അള്ളാഹു അവതരിപ്പിച്ച ആയത്തുകളാണ്. അല്ലാതെ വേറൊരു വസിയത്ത് റസൂൽ ചെയ്തിട്ടില്ല. അപ്പൊ ഇനി വസിയത്ത് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ആയത്ത് ഓതിയാൽ മതി. ഇതിലുള്ള കാര്യങ്ങളാണ് നബിയുടെ വസിയത്ത് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് തന്നെ പറയും. ഈ ആയത്തുകളുടെ പ്രാധാന്യം, ഇതിൽ പറഞ്ഞ വിഷയങ്ങളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വാചകമാണ്. അത്രത്തോളം ഗൗരവമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിൽ തന്നെ ഒന്നാമത് പറഞ്ഞാൽ എന്താ? ഒന്നാമത് പറഞ്ഞ നിഷിദ്ധം എന്താ? നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് അല്ലെ, വേറെ നമ്പർ മൻ സറഹു അൻ യൻദുറ ഇലാ സഹീഫത്തിൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഫ, മുഹമ്മദ് നബിയുടെ ഏട്, അവസാനമായി എഴുതി വെച്ച രേഖ ആർക്കെങ്കിലും കാണണമെങ്കിൽ അല്ലത്തി അലൈഹ ഖാതമുഹു, ആ രേഖയിലാണ് അള്ളാഹുവിന്റെ റസൂൽ എന്തായത്, പിന്നെ അവസാനമായി രേഖപ്പെടുത്തിയ രേഖ, അല്ലെങ്കിൽ സീല് വെച്ച രേഖ, ഇനി മാറ്റം വരുത്തപ്പെടൂലാണ് സീല് വെച്ച അവസാനത്തെ രേഖ എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്തു കൊള്ളുക എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ആ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ആരംഭിച്ചത് എന്തുകൊണ്ടാണ്? ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇതൊക്കെ തൗഹീദിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നും തൗഹീദിന് ദീനിലുള്ള സ്ഥാനം എന്താണെന്നും, തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് നഫിയും ഇസ്ബാത്തും, നിഷേധവും സ്ഥിരപ്പെടുത്തലും രണ്ടും ചേർന്നതാണെന്നും ഒക്കെയാണ്. ഇതൊക്കെ ഒരു ആമുഖമാണ്. ഈ കിതാബിന്റെ ഒരു ആമുഖവും അതിന്റെ പ്രഥമമായ വിഷയം എന്താണ് എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാമാണിക വചനങ്ങളൊക്കെ ഷെയ്ഖ് കൊണ്ടുവന്നത്. ഇനി ആ ഒരു അധ്യായത്തിൽ, ഒന്നാമത്തെ ആ അധ്യായത്തിൽ അവസാനമായി ഷെയ്ഖ് കൊണ്ടുവരുന്നത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇതിന്റെ ഒരു ഹദീസാണ്. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് നമ്മൾക്ക് ഒരുപാട് കേട്ട് പരിചയമുള്ള ഹദീസായിരിക്കും. മുആദ് ബിൻ ജബൽ അൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഖാൽ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ധരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു, കുൻതു റദീഫൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഹിമാർ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ ഒരു കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ പല ഗുണപാഠങ്ങളുണ്ട്. ഒന്ന്, ഒരു മൃഗത്തിന്റെ പിന്നിലിരുത്തി എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാൾക്ക് പോവാൻ അനുവാദമുണ്ടെന്നുള്ളതിൽ നിന്ന് കിട്ടി. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം അതിൽ നിന്ന് കിട്ടും. റസൂലുള്ള ആരാണ്? ലോകത്തിന്റെ പ്രവാചകനാണ്, മദീനയിലെ ഭരണാധികാരിയാണ്, ഉന്നതനായ നേതാവാണ്. പക്ഷെ സഞ്ചരിച്ചത് എവിടെ? കഴുതപ്പുറത്ത്. അത്ര വലിയ സ്ഥാനമുള്ള ആളുകൾ സാധാരണ എവിടെ സഞ്ചരിക്കൂല? കഴുതപ്പുറത്ത് സഞ്ചരിക്കൂല. അപ്പൊ കഴുതപ്പുറത്ത് സഞ്ചരിച്ചു. അത് റസൂലുള്ളാഹിന്റെ വിനയത്തെ ആയിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ മുആദ് റളിയല്ലാഹു പറയാണ്, കുൻതു റദീഫൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാർ, ഒരു കഴുതപ്പുറത്ത് നബിയുടെ പിന്നിൽ സഞ്ചരിക്കുകയായിരുന്നു ഞാൻ. ഫഖാല ലി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ മുആദ്, അല്ലയോ മുആദ്, അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിന് അവന്റെ അടിമകളിൽ നിന്നുള്ള അവകാശം എന്താണെന്ന് നിനക്കറിയാമോ? അല്ലെങ്കിൽ അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. ഇവിടുന്ന് വേറെ ഗുണപാഠം കൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കലുണ്ടായിരുന്ന സ്ഥാനം, നബി എല്ലാവരും വാഹനപ്പുറത്ത് കയറ്റി കൊണ്ടേക്കണോ?
ഇല്ല. നബി വളരെ ചുരുക്കം ചില സ്വഹാബിമാരെ മാത്രമേ നബിന്റെ കൂടെ വാഹനപ്പുറത്ത് കയറാൻ അവസരം കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ നബി പലതവണ റസൂലുള്ളാഹിന്റെ പിന്നിൽ കയറ്റിയ ആളാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അപ്പം അത്രയും അടുത്ത ബന്ധം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹിയുമായി ഉണ്ടായിരുന്നു. അത് പല 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 ഹദീസുകൾ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹിയും മുആദ് ബിൻ ജബൽ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധം, സ്നേഹബന്ധം എത്രത്തോളം ഉണ്ടായിരുന്നുള്ള പല ഹദീസുകളിൽ നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കും. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, മുആദേ, അള്ളാഹുവിന് അവന്റെ അടിമകളിൽ നിന്നുള്ള അവകാശം എന്താണ് നിനക്കറിയുമോ എന്ന് ചോദിച്ചു. വമാ ഹഖുൽ ഇബാദി അലല്ലാഹ്, അടിമകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള അവകാശവും എന്താണ് നിനക്കറിയോ? അപ്പൊ അള്ളാഹുവിന് അടിമകളിൽ നിന്ന് അവകാശമുണ്ട്, അടിമകൾക്ക് അള്ളാഹുവിൽ നിന്നും അവകാശമുണ്ട്. ഇത് രണ്ടും എന്താണ് നിനക്കറിയോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, അള്ളാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, ഇത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അള്ളാഹുവിനും അതിൻ്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക എന്നുള്ളത് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് നമ്മളോട് ചോദിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ പറയൽ എന്താ? അള്ളാഹു ആലെന്ന് പറയും. സാധാരണ നമ്മൾ അള്ളാഹു ആലെന്ന് പറയും. നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അള്ളാഹു റസൂലുഹു ആലെന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും പറ്റൂല എന്നുള്ള അഭിപ്രായക്കാരാ? അപ്പൊ ഇവിടെ പറഞ്ഞില്ലേ, ജീവിച്ചിരിക്കുമ്പോഴാണ്. ആയിക്കോട്ടെ, ജീവിച്ചിരിക്കുമ്പോഴാണ്. എന്നാൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് അറിയായിരുന്നു അടുത്ത് പറയാൻ പറ്റുമോ? അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ സാധിക്കും. രണ്ട് തരത്തിലാണ് നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുക. ദീനുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണെങ്കിൽ, ദീനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് എന്ത് പറയാം? അള്ളാഹു റസൂലുഹു അഅലം എന്ന് പറയാം. സ്വഹാബിമാർ പല ചോദ്യങ്ങൾക്ക് ആ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? കാരണം ഇപ്പൊ സ്വഹാബിമാരത് പറഞ്ഞത് എന്തുകൊണ്ടാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന ആളാണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ആ അർത്ഥത്തിൽ നമുക്കത് പറയുന്നതിന് വിരോധമില്ല. എന്നാൽ ഖദരിയായ പ്രാപഞ്ചികമായൊരു വിഷയം, ഖലാഖതായിട്ട് ബന്ധപ്പെട്ട ഭാവിയെക്കുറിച്ച് അങ്ങനത്തെ ഒരു കാര്യമാണ് ചോദിക്കണമെങ്കിലോ പറയാൻ പറ്റൂല. അത് റസൂലുള്ളാഹിക്ക് അറിയില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവിൽപ്പെട്ടതല്ല, അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. ദീനുമായി ബന്ധപ്പെട്ട അഹ്കാമുകളാണെങ്കിൽ, വിധികളാണ് ചോദിക്കണമെങ്കിൽ ഇത് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനോട് എന്താ ചോദിച്ചത്? ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ലൈറ്റ് എന്തിനാ ഓഫാക്കി? കറണ്ട് ശരി. എന്തായിരുന്നു ചോദിച്ച ചോദ്യം? അള്ളാഹുവിന് അവൻ്റെ അടിമകളോടുള്ള അതായത് അടിമകളിൽ നിന്നുള്ള അവകാശം എന്താണെന്നും അടിമകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള അവകാശം എന്താണെന്നും നിനക്കറിയുമോ എന്നാണ് ചോദ്യം. അപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉത്തരം പറഞ്ഞു, അള്ളാഹു റസൂലുഹു അഅലം, അള്ളാഹുവിനും എൻ്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. അപ്പോൾ ദീനുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു കൊടുക്കുകയാണ്. ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അടിമകളുടെ മേലുള്ള അള്ളാഹുവിൻ്റെ അവകാശം, അതായത് അടിമകൾ അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശം അതെന്താണ്? അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ, അവൻ ആരാധിക്കലും അവരിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കലുമാണ്. വഹഖുൽ ഇബാദി അലല്ലാഹ്, ഇനി അടിമകളുടെ അവകാശമാണ്, അള്ളാഹുവിൽ നിന്ന് അടിമകൾക്കുള്ള അവകാശം അതെന്താണ്? അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ശൈആ, ഒന്നിനെയും പങ്കു ചേർക്കാത്തവരെ ശിക്ഷിക്കാതിരിക്കൽ. അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തവരെ ശിക്ഷിക്കാതിരിക്കൽ എന്താണ്? അള്ളാഹുവിന് അവൻ്റെ അടിമകളോടുള്ള ബാധ്യതയാണ്, അല്ലെങ്കിൽ അടിമകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള അവകാശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്ങനെ പങ്കു ചേർക്കുന്നവരെ ശിക്ഷിക്കലല്ല പറഞ്ഞത്, പങ്കു ചേർക്കാത്തവരെ ശിക്ഷിക്കുകയില്ല എന്നുള്ളത്
എന്താണ്? അടിമകളുടെ അവകാശമാണ്. അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തവർ അള്ളാഹു എന്ത് ചെയ്യൂല? ശിക്ഷിക്കുകയില്ല. അത് അടിമകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള അവകാശമാണ്. ഇനി ആ പങ്കു ചേർക്കാതിരിക്കൽ എന്താ? ഇൻഷാ അല്ലാഹ് അതിലെന്തെല്ലാം കടന്നു വരും, അത് തൗഹീദിന്റെ ഏതെല്ലാം തലങ്ങൾ അതിൽ കടന്നു വരും എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഭാവിയിൽ അത് പഠിക്കാനുള്ള കിതാബ് തൗഹീദ് പഠിക്കണത്. അപ്പോൾ ഒരു തരിമ്പ് പോലും ഷൈഅൻ അല്ലെ നെക്കിറ ഉമൂമാണ്. അപ്പോൾ പങ്കു ചേർക്കൽ എന്ന ഇനത്തിൽപ്പെടുന്ന ഒന്നും പിന്നെ പറ്റൂല. ഷിർക്കിന്റെ ഒരു ലാഞ്ചനയും കടന്നു വരാൻ പാടില്ല. ഷിർക്കിന്റെ ഒരു ലാഞ്ചനയും ഷൈഅൻ നമ്മൾ ഉമൂമ് വിശദീകരിച്ചല്ലോ അല്ലെ, ഒന്നും പിന്നെ അവിടെ ഒഴിവില്ല, എല്ലാം പെട്ടു. ഒരു ഷിർക്കിന്റെ ഒരു ലാഞ്ചനയും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അവന് ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളത് പടച്ചവനിൽ അവനോടുള്ള കടമയാണ്, പടച്ച റബ്ബിന്റെ ബാധ്യതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫലാ ഉബശ്ശിറുന്നാസ്, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കട്ടെ, ഞാൻ ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുബശ്ശിർഹും, നീ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കരുത്. എന്താ കാരണം? ഫയത്തക്കിലൂ, അവർ ഇതും പറഞ്ഞ് അവിടെ കുത്തിരിക്കും, ഇതിന്മേൽ അവലംബിച്ച് അവിടെ ഇരിക്കും, പിന്നെ നന്മകൾ ചെയ്യൂല, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കൂല. അങ്ങനെ തെറ്റിദ്ധരിച്ച് ഇത് തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കി ഈ ഓഫറിനെ തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കി എന്ത് ചെയ്യും? അവർ അവിടെ ഇരിക്കും, പിന്നെ നന്മകൾ ചെയ്യൂല, പടച്ചവനോടും അടിമകളുടെ ബാധ്യതകൾ നിർവഹിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, പിന്നെ ആദ്യം ഈ പറയണല്ല പ്രധാനപ്പെട്ട വിഷയം നമ്മളിപ്പോൾ പറയും. ഇവിടെ ഉള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ചോദിച്ചില്ലേ, അള്ളാഹുവിൻ്റെ അടിമകൾ, അള്ളാഹുവിനുള്ള അവകാശം എന്താണ് നിനക്കറിയോ? അടിമകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള അവകാശം എന്താണ്? അള്ളാഹുവിന് അടിമകളിൽ നിന്നുള്ള അവകാശം എന്താണ് നിനക്കറിയോ എന്ന് ചോദ്യം ചോദിച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ചോദ്യം ചോദിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് പഠിപ്പിക്കുന്നതിൽ, അധ്യാപനത്തിലുള്ള വളരെ ഉന്നതമായൊരു ശൈലിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും, റസൂലുള്ള സഹാബികളോട് ചോദ്യം ചോദിച്ചിട്ട് എന്നിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കും. അതെന്തിനാണ്? ചോദ്യം ചോദിച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കും, എന്താ അപ്പം അതിൻ്റെ ഉത്തരം അല്ലേ? അവിടെ ആ കേൾക്കുന്ന മുന്നിലുള്ള ആളുടെ കേൾവി ശ്രദ്ധ കുറച്ചുകൂടി ശക്തമാകും. അതുകൊണ്ടാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ക്ലാസ്സിൻ്റെ ഇടയിൽ. അപ്പോൾ കൂടുതൽ ശ്രദ്ധ കിട്ടും, കൂടുതൽ ശ്രദ്ധിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടാവും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശൈലിയാണ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ തെർബിയത്തിലെ, അധ്യാപനത്തിലെ ഒരു ശൈലിയാണ്. അത് നമ്മളൊക്കെ പാലിക്കാൻ പറ്റിയ നല്ലൊരു എന്താ പറയുക, ഒരു സുന്നത്ത് കൂടിയാണ്. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം ഇവിടെ ഉള്ള എന്താണ്, പിന്നെ അറിയാത്ത കാര്യം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയാൻ പോയോ? ഇല്ല, അല്ലാഹു റസൂലു അലം എന്ന് പറഞ്ഞു. നമുക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് അല്ലേ? നമുക്കറിയാത്ത കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, വെറുതെ പറയാൻ നിൽക്കരുത്. അള്ളാഹുവിനറിയാം, ദീനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനും അറിയാമെന്ന് പറഞ്ഞതിൽ തെറ്റില്ല. ഒരു വിധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചോദിക്കണതെങ്കിൽ, അതല്ലെങ്കിൽ പടച്ചവന് മാത്രം അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അള്ളാഹു ആലെന്ന് പറയാം. ഏത്? അള്ളാഹു റസൂൽ ആലെന്നോ പറയാമെന്നാണ് സലഫി ഉലമാക്കളൊക്കെ പറഞ്ഞത്. ഇപ്പോഴും അറിയേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. ഒന്നും നമുക്ക് ഇപ്പം അറിയില്ല എന്ന് പറയാനൊന്നും പറ്റൂല. അൽ അംബിയാഉ ഫീ ഖുബൂരിഹിം അഹ്യാഉൻ, അംബിയാക്കൾ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണ്, അവർ സലാം അടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കവിടെ അറിവ്, അവർക്കവിടെ അവർക്ക് ബോധമുണ്ട്. ദുനിയാവുമായിട്ട് ബന്ധമില്ല എന്നേ ഉള്ളൂ, ദുനിയാവുമായി അവർക്ക് ബന്ധമില്ല. വിശ്വാസികൾക്ക് തന്നെ ഖബറിൽ ജീവിതമുണ്ട്, അവിടെ സുഖങ്ങൾ അനുഭവിക്കുന്നു, പിന്നെ സ്വർഗത്തിലെ സുഖാനുഭൂതികൾ അനുഭവിക്കുന്നു, മലക്കോട് സംസാരിക്കുന്നു, ഉത്തരം പറയുന്നു. അപ്പം അവർക്കൊക്കെ അവിടെ അവരുടെ ബോധമുണ്ട്, അവർക്ക് അവിടെ ബോധമുണ്ട്, സംസാരമുണ്ട്, ചിന്തയുണ്ട്, അറിവൊക്കെ അവിടെ കൂടെ ഉണ്ട് അല്ലേ? പക്ഷേ ദുനിയാവുമായി അവർക്ക് ബന്ധമില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ റസൂലുള്ളാഹിക്ക് ഇപ്പം അറിയില്ല എന്ന് നമ്മളെങ്ങനെ പറയാം? റസൂലുള്ളാഹിക്ക്, ഖബറിലുള്ള റസൂലുള്ളാഹിക്ക് അറിയില്ല എന്ന് നമുക്ക് പറയാനൊന്നും വകുപ്പില്ല. പക്ഷെ നമുക്കത് പറഞ്ഞു തരാൻ പറ്റുമോ? നമ്മളായിട്ട് കണക്ഷൻ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. മനസ്സിലായില്ല? അതാണ് അല്ലാഹു റസൂലു അലം എന്ന് പറഞ്ഞതിലുള്ള അർത്ഥം. ഇനി അതുപോലെ തന്നെ നമ്മൾ ഓരോ മനുഷ്യനും തന്നോട് ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതിലുള്ളത് അല്ലേ? ഓരോ മനുഷ്യനും തന്നോട് ചോദിക്കേണ്ട ചോദ്യമാണ്, അള്ളാഹുവിനോട് എനിക്കുള്ള ബാധ്യതകൾ എന്താണ്?
പടച്ചവനോട് എനിക്കുള്ള കടമകൾ എന്താണ്? അല്ലെ, അതാണ് നമ്മൾ ഇവിടെ വന്നെന്തിനാ, ദുനിയാവിലേക്ക് വന്നെന്തിനാ? ആ ബാധ്യതകളും കടമകളും നിർവഹിക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മളോട് ചോദിക്കണം, പടച്ചവനോട് എനിക്കുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്, കടമകൾ എന്തൊക്കെയാണ്, അതെന്താണെന്ന് അന്വേഷിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും നിർവഹിക്കാനുള്ള പരിശ്രമം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് ഈ ഹദീസിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണെന്ന് നിനക്കറിയോ എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളോട് ചോദിക്കണം. അത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠാണത്. എന്നാൽ നിങ്ങൾ നോക്കൂ, മഹാഭൂരിഭാഗം വരുന്ന, ഭൂമിയിൽ ജീവിക്കുന്ന മഹാഭൂരിഭാഗം വരുന്ന മനുഷ്യന്മാർക്ക് ആ ബോധമുണ്ടോ? എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് എനിക്കുള്ള കടപ്പാടുകൾ എന്താണെന്നുള്ള ചിന്ത ഉണ്ടോ? ഇല്ല. കന്നുകാലികളെ പോലെ അല്ല, അവരെക്കാളും മോശപ്പെട്ട അവസ്ഥയിലാണ് കാരണം നാൽക്കാലികളൊക്കെ പടച്ചവനോടുള്ള ബാധ്യത നിർവഹിക്കുന്നവരാണ്. പടച്ച റബ്ബ് ചോയ്സ് കൊടുത്ത മനുഷ്യനും ജിന്നു ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും അള്ളാഹു അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാണ്. എന്നാൽ മനുഷ്യന്മാരും ജിന്നുകളോ, മഹാഭൂരിഭാഗം വരുന്ന മനുഷ്യരും ജിന്നുകളും അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ തിരിച്ചറിയുന്നില്ല, അത് ജീവിതത്തിൽ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല, അത് പഠിക്കുന്നില്ല, അത് ശ്രദ്ധിക്കുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തയും ബോധമൊന്നുമില്ല. അപ്പോൾ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞില്ലേ, ബൽഹും അവൽ, അല്ലേ, അവർ കന്നുകാലികളെക്കാളും വഴിപിഴച്ചവരാണ്. കാരണം കന്നുകാലികൾക്ക് വരെ ബോധമുണ്ട്, അവരൊക്കെ അള്ളാഹുവിനനുസരിച്ചും പടച്ചവനുള്ള ബാധ്യതകൾ നിർവഹിച്ചുമാണ് ജീവിക്കുന്നത്. എന്നാൽ അത്രയും ബോധമില്ലാതെ ജീവിക്കുന്നവരാണ് മഹാഭൂരിഭാഗം വരുന്ന മനുഷ്യരും ജിന്നുകളും. അപ്പം നമ്മൾ ആ കൂട്ടത്തിൽ പെടരുത്. ബൽഹും അവലിൽ നമ്മൾ പെടാൻ പാടില്ല. മൃഗങ്ങളെ കൂട്ടത്തിൽ അവരെക്കാളും മതപതിച്ചവരെ നമ്മൾ മാറാൻ പാടില്ല. നമ്മൾ എന്ത് വേണം? എന്തൊക്കെയാണ് എൻ്റെ പടച്ചവനോട്, എൻ്റെ റബ്ബിനോട് എനിക്കുള്ള ബാധ്യതകൾ, നമ്മൾ ആ ചിന്തയും ബോധവും അന്വേഷണവും പഠനവും അതനുസരിച്ചുള്ള പ്രവർത്തിക്കാനുള്ള പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണുള്ള പരിഹാരം. ഇനി അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് നഫ്യും ഇസ്ബാത്തും കിട്ടും, അല്ലേ? അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈഅ, അവൻ ആരാധിക്കുക ഇസ്ബാത്താണ്, അവൻ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളത് നഫിയാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അടിമകളിൽ നിന്നും അവകാശമുണ്ട് എന്ന് നമ്മൾ പറയാനുള്ള ന്യായങ്ങൾ എന്തൊക്കെയാണ്? 3 ന്യായങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. 3 ന്യായം. പ്രധാനമായും എന്തുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ട, ഇത് ഒരു ബുദ്ധിപരമായൊരു വിഷയമാണ്. അതായത് എന്തുകൊണ്ട് നമ്മൾ പടച്ചവനെ ആരാധിക്കണം എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ? 3 കാര്യങ്ങളാണ്, 3 ന്യായമാണോ അതിനുള്ളത്. ഒന്നാമത്തെ ന്യായം എന്താണ്? ഒന്നാമത്തെ ന്യായം, അവൻ നമ്മുടെ യജമാനനാണ്, അവൻ നമ്മുടെ റബ്ബാണ്, അവൻ നമ്മളെ രക്ഷിതാവാണ്, അല്ലെ? അപ്പൊ യജമാനന് അടിമകളുടെ മേൽ അവകാശമുണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണ്. അതാരെങ്കിലും നിരാകരിക്കുമോ? യജമാനന്മാർക്ക് അടിമകളിൽ നിന്ന് അവകാശമുണ്ട് എന്നുള്ളത് ആരെങ്കിലും നിരാകരിക്കുമോ? ഇല്ല, അതാരും നിരാകരിക്കില്ല. യജമാനന് അടിമകളുടെ മേൽ അവകാശമുണ്ട്. പടച്ചവൻ നമ്മളെ യജമാനനാണ്, സയ്യിദാണ്, റബ്ബാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന് അവകാശമുണ്ട്. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ അള്ളാഹുവിന് എന്തുകൊണ്ട് അവകാശമുണ്ടെന്ന് ചോദിച്ചാൽ, നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തരുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നവർക്ക് നന്ദി ചെയ്യണം എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല. അനുഗ്രഹങ്ങൾ ചെയ്യുന്നവർക്ക് നന്ദി ചെയ്യപ്പെടാൻ അവർ അർഹരാണ്, അവർക്കതിന് അവകാശമുണ്ട്, അർഹതയുണ്ട്. അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നവർക്ക് നന്ദി ചെയ്യപ്പെടാൻ അർഹതയുണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണ്. അപ്പൊ ആ ന്യായം കൊണ്ടും അള്ളാഹുവിന് ആരാധിക്കപ്പെടാൻ അവകാശം ഉണ്ട്. മൂന്നാമത് എന്താണ്? മൂന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്തിത്വം, അവൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ ഉന്നതമായ വിശേഷണങ്ങൾ, ഗുണങ്ങൾ, മഹത്വങ്ങൾ, ഇത് എന്തിന് അർഹമാക്കുന്നു? സ്നേഹിക്കപ്പെടാനും ആരാധിക്കപ്പെടാനും പിന്നെ ഭയപ്പെടാനും ആദരിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും ഒക്കെ അർഹമാക്കുന്നു, അല്ലെ? ഒരാൾ വലിയ ഉന്നതനായ മനുഷ്യനാണെങ്കിൽ അയാളോട് നമുക്ക് സ്വാഭാവികമായി എന്തുണ്ടാവും? സ്നേഹം ഉണ്ടാവും, ബഹുമാനം ഉണ്ടാവും, ആദരവുണ്ടാവും. ഒരാൾ ഭയങ്കരമായ
ഭീകരനാണെങ്കിൽ അയാളോട് നമുക്ക് എന്തുണ്ടാവും? ഭയം ഉണ്ടാവും. അല്ലേ? ഒരാൾ വളരെ നല്ല മനുഷ്യനാണെങ്കിൽ അയാളോട് നമുക്ക് എന്തുണ്ടാവും? സ്നേഹം ഉണ്ടാവും. ഒരാൾ വളരെയധികം ഔദാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ അയാളോട് എന്തുണ്ടാവും? പ്രതീക്ഷ, എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും. അല്ലെ? അള്ളാഹു സുബ്ഹാനഹു പ്രത്യേകത എന്താ? എല്ലാ സദ്ഗുണങ്ങളിലും പരിപൂർണനാണ് റബ്ബ്. അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനേക്കാളും ഭയപ്പെടാൻ അർഹനായ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അള്ളാഹുവിനേക്കാളും സ്നേഹിക്കപ്പെടാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അള്ളാഹുവിനേക്കാളും മനസ്സിൽ ബഹുമാനാദരവുകൾക്ക് അർഹനായ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതെന്തുകൊണ്ട് അതൊക്കെ ഉണ്ടായത്? അള്ളാഹുവിന്റെ ഗുണങ്ങൾ, വിശേഷണങ്ങൾ അത്രമേൽ പൂർണ്ണമാണ്, കമാലിയത്താണ്, പരിപൂർണതയാണ്. അപ്പൊ പരിപൂർണതകൾ ഉള്ളവൻ എന്തിനർഹനാണ്? സ്നേഹിക്കപ്പെടാനും ആരാധിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും ഭയപ്പെടാനും ഒക്കെ അർഹനാണ്. അപ്പൊ ഇതാണ് 3 കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം എന്താ? ഒന്നാമത്തെ കാരണം അവൻ നമ്മുടെ രക്ഷിതാവാണ്, യജമാനനാണ്. അപ്പൊ ഇതിപ്പോ ഏത് നിരീശ്വരവാദിയോ നിർമ്മതവാദിയോ ഏത് ടൈപ്പ് ആൾക്കാർ വന്ന് ചോദിച്ചാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഉത്തരം അവൻക്കുണ്ട്. മനസ്സിലായില്ലേ? വളരെ കൃത്യമായ ഉത്തരം അവൻക്കുണ്ട്. ഒരാൾക്കും എതിർപ്പ് പറയാൻ കഴിയൂല. അള്ളാഹു ആരാധനകൾക്ക് അർഹനാണ്. അല്ലേ? അർഹനാകുന്നു എന്നതിന് പ്രധാനമായും 3 കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം അവൻ നമ്മുടെ യജമാനനാണ്, രക്ഷിതാവാണ്. രണ്ടാമത്തെ കാരണം എന്താണ്? അവൻ അനുഗ്രഹദാതാവാണ്, അനുഗ്രഹദാതാവാണ്. അതുകൊണ്ട് നന്ദി ചെയ്യാൻ നന്ദിക്ക് അർഹനാകുന്നു. മൂന്നാമത്തെ കാരണം അവൻ ഏറ്റവും ഉന്നതമായ ഗുണവിശേഷണങ്ങൾ ഉള്ളവനാണ്. അതുകൊണ്ട് സ്നേഹിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും ഭയപ്പെടാനും ഒക്കെ അവൻ അർഹനായിത്തീരുന്നു. അപ്പോൾ ഈ ന്യായങ്ങൾ നമ്മൾ വെറുതെ ആലോചിച്ചുണ്ടാക്കിയതല്ല. ഇതൊക്കെ ബുദ്ധിപരമായ ന്യായങ്ങളാണ്. പക്ഷെ ഈ ബുദ്ധിപരമായ ന്യായങ്ങൾ ആരാ നമുക്ക് പഠിപ്പിച്ചെന്ന്? അള്ളാഹു റസൂലുമാണ്. അള്ളാഹു റസൂലും പഠിപ്പിച്ചതാണ്. ഖുർആനിലും ഹദീസിലും വന്ന ന്യായങ്ങളാണ്. നമ്മൾ മുമ്പ് അഖീദ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇസ്ലാമിലെ വ്യതിയാന കക്ഷികൾ പിഴച്ചു പോകാൻ കാരണമായ പ്രധാനപ്പെട്ട ഒരു കാരണം ഖുർആനും ഹദീസും ഒഴിവാക്കി അവനവന്റെ സ്വന്തം ബുദ്ധി കൊണ്ട് എന്ത് ചെയ്തു? ഇസ്ലാമിന്റെ അഖീദ സ്ഥാപിക്കാൻ ശ്രമിച്ചു. അതിന്റെ ആവശ്യമില്ല. അത് ഏറ്റവും വലിയ അബദ്ധമാണ്. എന്താണ് ചെയ്യേണ്ടത്? ഖുർആനിലും ഹദീസിലും ഉണ്ട് ബുദ്ധിപരമായ തെളിവുകൾ, അതെടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി. ഈ 3 ന്യായങ്ങളും അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചാണ്. അല്ലേ? യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. എത്ര ആയത്തുണ്ട് ആശയത്തിൽ, അല്ലെ? അതുപോലെ തന്നെ നിഅമത്തുകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് അള്ളാഹു പറഞ്ഞില്ലേ, ആരെങ്കിലും നന്ദി ചെയ്താൽ അവൻ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. അല്ലെ? ആരെങ്കിലും നന്ദികേട് കാണിച്ച ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു ആ ആശയം പഠിപ്പിച്ചെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മഹത്വവും ഔന്നിത്യവും ആയത്തുൽ കുർസി മുഴുവൻ എന്താ? അള്ളാഹുവിന്റെ മഹത്വമാണ്. ആയത്തുൽ കുർസി മുഴുവൻ അള്ളാഹുവിന്റെ ഔന്നിത്യവും മഹത്വവും വലിപ്പവും മഹാത്മ്യവുമാണ് പറയുന്നത്. അല്ലെ? അതുപോലെ അപ്പോൾ ഈ 3 ന്യായങ്ങൾ കൊണ്ട് അള്ളാഹു ആരാധനകൾക്ക് സ്നേഹിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും ആരാധിക്കപ്പെടാനും അർഹനായിത്തീരുന്നു. സമയമുണ്ടോ ഇനി? ഇല്ലല്ലേ? സമയമില്ലേ? ഇനി വളരെ പ്രധാനപ്പെട്ട വേറൊരു മസലയും കൂടി നമുക്ക് ഈ ഹദീസിൽ എടുക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഈ ഒരു അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ കഴിഞ്ഞു.
നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم إنا نسألك المعافاة في الدنيا والآخرة. اللهم إنا نسألك المعافاة في الدنيا والآخرة. اللهم إنا نسألك المعافاة في الدنيا والآخرة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله.